ഞാൻ ജോലിയായിട്ട് ബന്ധപ്പെട്ട് സ്കൂള് മലപ്പുറം ജില്ലയിൽ കിട്ടിയപ്പോൾ ഒരു സ്ഥലത്ത് താമസിക്കാൻ ആഗ്രഹിച്ചു. അപ്പോൾ നമ്മുടെ ഒരു പ്രവർത്തകനെ കണ്ടു. ആൾ പെട്ടെന്ന് തന്നെ റെസ്പോണ്ട് ചെയ്ത് അവിടുത്തെ ഒരു വീട് കണ്ടെത്തി. അതിൻ്റെ ഓണറായിട്ട് ഞാൻ നേരിട്ട് സംസാരിച്ചു. അപ്പോൾ ഞാൻ വീടൊക്കെ കണ്ട് ഇങ്ങോട്ട് തിരിച്ചു പോന്നു. പിന്നെ ഇയാൾ വിളിക്കുകയാണ്, നിങ്ങൾ വേഗം ഒന്ന് പറഞ്ഞാൽ നന്നായി. 5-6 ആളുകൾ വീട് വന്ന് നോക്കി, അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു. അവരിങ്ങനെ ഇത് വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് തരാനാണ് താല്പര്യം. അപ്പോൾ അയാളിങ്ങനെ സംസാരിക്കുകയാണ്. മലയാളികളുണ്ട്, ഹിന്ദിക്കാരൊക്കെ ഉണ്ട്. ഞാനിങ്ങനെ ആലോചിച്ചു, ഇതൊക്കെ ഇയാൾ എന്നോട് എന്തിനാണ് പറയണത്. ഏതായാലും ഞാൻ അതൊന്നും പുറത്ത് കാണിക്കാതെ ഞാൻ അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞ് അയാളെ പോയി കണ്ടു. 1 മാസത്തെ വാടക അഡ്വാൻസും കൊടുത്തു. പിന്നെ എനിക്ക് മസ്ജിദിൻ്റെ കുറച്ചും കൂടി അടുത്ത് ഒരു വീട് കിട്ടി. അപ്പോൾ ഞാൻ ഇയാളെ കണ്ടിട്ട് ഒന്ന് കാണണം എന്ന് പറഞ്ഞു. നേരിട്ട് പോയി അവിടെ ഒരു നാട്ടിലെ ഒരു പെട്രോൾ പമ്പിൽ നിന്ന് ആളെ കണ്ടു. എന്നിട്ട് ഞാൻ അയാളോട് കാര്യം പറഞ്ഞു, ഇങ്ങനൊരു വീട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അയാൾ പറഞ്ഞു, ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ അഡ്വാൻസ് തന്നില്ലേ. ഞാൻ പറഞ്ഞു, നിങ്ങൾ 5-6 ആളുകൾ കണ്ടുപോയിട്ടുണ്ടല്ലോ, അവരെയൊക്കെ ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കി എനിക്ക് വേണ്ടിയിട്ട്, അവരാരെങ്കിലും എടുക്കുമല്ലോ. പക്ഷേ ഞാൻ അഡ്വാൻസ് കൊടുക്കുന്നതിന് തൊട്ട് മുമ്പ് 5-6 ആളുകൾ താല്പര്യം പ്രകടിപ്പിച്ചു പോയ ഈ വീടിന് ഞാൻ അഡ്വാൻസ് കൊടുത്തതോടുകൂടി ആരും ഇല്ല എന്നുള്ളതാണ്. പിന്നീട് ആരും വന്നിട്ടുമില്ല. 5-6 ആൾക്കാരില്ല. ഇല്ല, ശരിക്കും 5-6 ആളുകളെ ഇയാള് വായുവിൽ നിന്ന് എടുത്തിട്ട് നമ്മളോട് പറഞ്ഞത്. ഒരാളുടെ വീട് കച്ചവടം ചെയ്യലോ വാടക കൊടുക്കലോ അത് അഡ്വാൻസ് തിരിച്ചു കൊടുക്കലോ കൊടുക്കാതിരിക്കലോ ഒക്കെ ഒരാളുടെ ഇഷ്ടമാണ്, പേഴ്സണൽ ചോയ്സ് ആണ്. പക്ഷേ ഈ നുണ പറഞ്ഞിട്ട് എന്തിനാണ് കച്ചവടം ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. അതെ, മൊത്തത്തിലേ പൊതുവേ അങ്ങനെ സംഭവിക്കാറുണ്ട് എന്നുള്ളതിൻ്റെ ഒരു പച്ചയായ ചില നാട്ടിലൊക്കെ നടക്കുന്നൊരു സംഭവമാണത്. എന്നാൽ അതിലൊരു ചതിയില്ലേ, ഒരു കള്ളത്തരമില്ലേ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മളെ ഒരു 5000 റുപ്യ കളഞ്ഞുപോയി, നമുക്ക് ചെറിയൊരു വിഷമം ഉണ്ടാവും. പക്ഷേ ഒരാൾ നമ്മുടെ ഒരു 5000 റുപ്യ പറ്റിച്ചു പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നുണ പറഞ്ഞാൽ അത് കൈക്കലാക്കി കഴിഞ്ഞാൽ അതിൻ്റെ വിഷമം വേറെ തന്നെ ആയിരിക്കും അല്ലേ. അതിലേ ഈ കച്ചവടം, അതുപോലെ തന്നെ ഇപ്രകാരമുള്ള ഈ വാടക, അങ്ങനത്തെ വിഷയങ്ങളിലൊക്കെ ഇപ്പം ഒന്നും വേണ്ട. നമ്മൾ ഈ ഓട്ടോയിലൊക്കെ പല സമയങ്ങളിലും രാത്രിയൊക്കെ ആണെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് അവിടേക്ക് ഇപ്പം ഒരു 150 നമ്മൾ പറയാറുള്ളത്, നിങ്ങളായതുകൊണ്ട് ഒരു 100 എന്നുള്ളത് എന്ന് പറയുന്നല്ലോ. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കും. അവിടെ ചെന്ന് ഇറങ്ങിയാണ്ട് നമ്മൾ ജസ്റ്റ് ചായ കുടിച്ച് അടുത്ത ആളോട് ചോദിക്കുമ്പോൾ അവിടേക്ക് ഇങ്ങനെ 90 രൂപ കൊടുക്കുള്ളൂ അല്ലേ. അപ്പോൾ ഒരു സ്നേഹം, ഇപ്പോൾ നിങ്ങൾ 5 ആൾ നിങ്ങൾക്ക് വരിക്കുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് തരായിരുന്നു എന്ന രൂപത്തിലാണ് എന്ത് ചെയ്തത്, അതെ നിങ്ങൾക്ക് തരാനുള്ള ഉദ്ദേശമാണ്. അപ്പോൾ നമ്മളും വിചാരിക്കും നമ്മളോട് ഭയങ്കര ഇഷ്ടമുണ്ടായിരിക്കും, നമ്മളത് ഉപേക്ഷിച്ചാൽ നല്ല നഷ്ടമായിരിക്കും എന്ന് നമ്മൾ കരുതും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങളിലൊക്കെ അതിലൊന്നും ശരിക്കും സത്യം പറഞ്ഞതില്ല എന്ന് വെച്ചാൽ അതിനൊരു ബർക്കത്ത് ഉണ്ടാവില്ല എന്നുള്ളതാണ്.